ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ദുബ്രോണിക്ക് കഴിഞ്ഞ് നേരെ വന്നത് സ്പ്ലിറ്റിലേക്കാണ്. സോ സ്പ്ലിറ്റും ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സ്പോട്ടും ആണ്. കൂടാതെ തന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പല സംഭവങ്ങൾ ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കൂടുതലും ഐലൻഡ്സും സീയും ഒക്കെയാണ് ഇൻ ജനറൽ ഈ ക്രൊയേഷ്യയിൽ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ ആക്ച്വലി പല പല പാക്കേജസ് ഉണ്ട്. അപ്പോൾ 5 ഐലൻഡ്സ് വരെ പോകണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ആൻഡ് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഒറ്റ സ്ലോട്ട് അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഞാനത് എടുത്തില്ല. കാരണം 7 o'clock or 7:30 ആകുമ്പോഴേക്കും നമ്മൾ എവിടെയും എത്തണം അവരുടെ ഒരു സ്ഥലത്ത്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് 5 kilometers away from where I stay. സോ അതുകൊണ്ട് തന്നെ ഞാനത് എടുക്കാൻ നിന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും സ്പ്ലിറ്റിൽ എന്നുള്ളത്. സോ ലെറ്റ്സ് സീ. ഇപ്പം ഞാൻ ഫസ്റ്റ് പോകുന്നത് സെൻറ്റ് ഡൊമിനസ് കത്തീഡ്രലിലാണ്. ആൻഡ് അതിനടുത്ത് തന്നെയാണ് ഒരു പാലസ് ഉള്ളത്. ആ പാലസ് ഇസ് ലൈക്ക് ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. അപ്പോൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആ പാലസ് ഒരിക്കലും മിസ്സാക്കരുതെന്നാണ് കണ്ടിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് കത്തീഡ്രലിൽ പോവാം. കാരണം ഓൺ ദ വേ ആണ് കത്തീഡ്രൽ. അത് കഴിഞ്ഞിട്ടാണ് പാലസ് വരുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ഓൾസോ ദ ടൗൺ കാണിച്ചു തരാം. സ്ലോവേനിയയിലുള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത് സിറ്റി ഭയങ്കര നീറ്റായിട്ട് തോന്നണമെന്ന്. അതേസമയം ഇവിടെ വന്നപ്പോൾ ആ ഒരു ക്ലെൻലിനെസ് അത്ര അങ്ങോട്ട് കാണാനില്ല മൊത്തത്തിൽ. കത്തീഡ്രലിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഇതാണ് കത്തീഡ്രൽ. എല്ലാവിടെയും ടൂറിസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ രാവിലെ അപ്രോക്സിമേറ്റ്ലി എത്ര മണിയായി നോക്കട്ടെ, 11 o'clock ആയി. സോ നല്ല ചൂടുണ്ട്. ഇന്നലെയൊക്കെ 40 degree ഒക്കെ ആയിരുന്നു ഇവിടെ. സോ നല്ല ചൂടുമാണ്, നല്ല തിരക്കുമാണ്. ആൻഡ് ഇവിടെ കുറേ ഭടന്മാരൊക്കെ കാണുന്നുണ്ട്. മേ ബി സെക്യൂരിറ്റി വല്ലതും ആയിരിക്കും. ഇവരുടേതായ പണ്ടത്തെ വല്ല യൂണിഫോമിലോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം. ബേസിക്കലി പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ സ്ഥലങ്ങൾ പോലെ തന്നെ ഇതൊരു സ്ക്വയറാണ്, ഓൾഡസ്റ്റ് സ്ക്വയറാണ്. അവർ അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഇവിടെ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചർച്ചാണ്. അപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ പലരും ലൈക്ക് എന്താ പറയുക, ഷോൾഡർ അല്ലെങ്കിൽ നീസ് കവർ ചെയ്യാത്ത ഡ്രസ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവരത് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ കൊള്ളാം കേട്ടോ. ലൈക്ക് ഈ ആൻഷ്യൻ്റ് ഈ ആർക്കിടെക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. സോ ഐ ലൈക്ക് ഇറ്റ്. ഈ ഒരു ഇത് അവരൊന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെയുണ്ട് കുറേ പൊട്ടിപ്പൊളഞ്ഞ സാധനങ്ങളായിട്ട്. സോ ഇതാണ് ചർച്ച്. ആൻഡ് അതിലൂടെയാണ് അതിൻ്റെ ടവറിലേക്ക് പോകേണ്ട ഒരു എൻട്രൻസ്. ആൻഡ് ദിസ് ഇസ് ദ എക്സിറ്റ്. ഞാൻ എന്തായാലും മേലെ പോകണില്ല. ഞാനൊന്നിൻ്റെയും ടവറിൻ്റെ മേലെ കയറാറില്ല. സ്ക്വയറിൻ്റെ 4 പാർട്ടാണ്. ഓഫ് കോഴ്സ് സ്ക്വയറിന് 4 സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ഒരു സ്ക്വയർ. അതിന് ചുറ്റുമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ആൻഡ് ആസ് ഐ ടോൾഡ് ഇത് ചർച്ചാണ്. ചർച്ചിൻ്റെ മേലേക്ക് ഒരു ടവറുണ്ട്. സോ അതാണത്. ഹിയർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഡയോക്ലേഷ്യൻ പാലസ്. സോ ഇത് പാലസിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അണ്ടർഗ്രൗണ്ടിലൂടെയുള്ളൊരു ഇതാണ്. ആൻഡ് ഇവിടെയും ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പലതും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലുക്കിംഗ് അമേസിങ് ആക്ച്വലി.
ഇത് കണ്ടോ 1979 യുനെസ്കോ ഇത് ഈ പാലസിലുള്ളത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെയാണ് ഇവിടെയുള്ള ഈ സ്പ്ലിറ്റ് റിവർ എന്ന് പറയുന്ന ഈ പ്ലേസ്. ഓക്കെ, സോ ഇവിടെ ആസ് യൂഷ്വൽ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ സൈഡുകളിലുണ്ട്. ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ടൂറിസ്റ്റ് സ്പോട്ട്. ആൻഡ് അവിടെയാണ് ബോട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് നടക്കുന്നത്. സോ ഞാൻ മറ്റേ ടൂർ ഇവിടെ അന്വേഷിച്ചു. എല്ലാം 7:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫുൾ ഡേ ടൂറാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളതൊക്കെ ചെറിയ ഐലൻഡ്സിൽ എടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ അതിൽ കാര്യമില്ലല്ലോ. എനിക്ക് മറ്റേ ബ്ലൂ കേവ് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ നാളെ രാവിലെ 7:30 അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്നിനി ഉണ്ടാവില്ല. എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന ടൂറാണ്. എനിക്കതിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ ഞാൻ അന്വേഷിച്ചു. പക്ഷേ 6 o'clock വരെയാണ് വൈകുന്നേരം ഉണ്ടാവും ആ ടൂർ. ഈ റിവേൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പം നമുക്ക് അവിടെ ആ ടവറില്ലേ അതും കാണാൻ പറ്റും. ആ പാലസും ഇവിടെ ഇരുന്നോണ്ട് കാണാൻ പറ്റും. നല്ല ചൂട്. അയ്യോ, ദാഹമാണെങ്കിൽ നല്ല ഡീഹൈഡ്രേഷൻ ആവുന്നുണ്ട്. അപ്പം കഴിക്കാനൊന്നും തോന്നുന്നില്ല. സോ ഞാൻ ഈ ഐസ്ക്രീം പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പണി കിട്ടി. എനിക്ക് ബെറി ഫ്ലേവർ വലിയ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ബെറി ഫ്ലേവറാണ് വാങ്ങിച്ചേക്കുന്നത്. എൻ്റെ കോട്ടിങ് റെഡ് എന്തോ ബെറിയാണ്. ഞാൻ മാർജാൻ ഹിൽസ് പോകുന്ന വഴിക്കാണേ. അപ്പം എന്തേ ഇവിടെ ഞാനിങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേഴ്സാണ് ഇവിടെ ഫുള്ളുള്ളത്. കണ്ടോ? ആൻഡ് ഈ സൗണ്ട് കേൾക്കുന്നില്ലേ, ഒരു ഫോറസ്റ്റ് ഫീൽ കിട്ടുന്നുണ്ട്. കുറച്ച് കാമായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സെൽഫായിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അധികം ആളില്ല ഇവിടെ. അപ്പോൾ പിന്നെ ഇത് സേഫസ്റ്റ് കൺട്രി കേട്ടോ. സ്ലൊവേനിയനെ പോലെ തന്നെ ക്രൊയേഷ്യയും സേഫാണ് ട്രാവലേഴ്സിന്. ഡീഹൈഡ്രേറ്റ് ആവോ എന്താവോ തിരിച്ച് മിലാനിലെത്തുമ്പോൾ അവസ്ഥ അറിയില്ല. നല്ല ചുടന്ന് മുഖമൊക്കെ കണ്ടു, നല്ല ടാൻ അടിച്ച്. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാലും ഇതിപ്പോൾ അടുത്തത് തുടങ്ങി. ഞാൻ ഭയങ്കര ചൂടാണ്. ബാഗ് കണ്ടോ, ഡോറയുടെ ഇതുപോലെ. എൻ്റെ ബാഗ് പോയി ഈ ട്രാവലിന് എടുത്തിട്ട്. ഇത് സൈഡ് പുതിയ ബാഗ്. ഈ ട്രാവലിനാണ് ഞാൻ ഫസ്റ്റ് ടൈം എടുത്തത്. പക്ഷെ ഇവിടെയൊക്കെ കണ്ടു, ഇതൊക്കെ പോയി. എന്താ ചെയ്യാനാണ്? ഇതുണ്ടോ, അതുകൊണ്ട് ഫുഡുണ്ട്. ഫുഡല്ല, ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുറച്ചുകൊണ്ടിരിക്കണം. സ്നാക്സ്, ചോക്ലേറ്റ്. പിന്നെ ഇതെൻ്റെ സൺഗ്ലാസ്സാണ്. പിന്നെ എൻ്റെ പേഴ്സ്. കാരണം ബൈ ദ വേ, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പം എൻ്റെ മിലാനിൽ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഞാൻ വെക്കാറില്ല ക്യാഷായിട്ട്. പക്ഷെ ഇവിടെ ഇത് വളരെ അത്യാവശ്യമാണ്. ഇവിടെയും സ്ലൊവേനിയയിലും നല്ല ആവശ്യം വന്നു എനിക്ക് ലിക്വിഡ് ക്യാഷ്. പിന്നെ ഒരു ട്രൈപോഡ് കുഞ്ഞിത്, എൻ്റെ പാസ്പോർട്ട്. ഇത് ഞാനിപ്പോൾ പുറത്തെടുക്കത്തില്ല. പിന്നെ ഇത് വേറൊരു സ്നാക്കാണ്. സ്നാക്കെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സാണ്. ബ്രെഡുണ്ട്. പിന്നെ ഇതെൻ്റെ സ്പെക്സ് ബോക്സാണ്. എനിക്ക് ഷോർട്ട്സ് ആയിട്ടുണ്ട്, സോ അതിൻ്റെ ബോക്സാണ്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഹാൻഡ് സാനിറ്റൈസർ ഇവിടെ പോകുമ്പോഴും എടുക്കും. പിന്നെ പവർ ബാങ്ക് ഇപ്പോൾ ഓൾറെഡി ഞാൻ പവർ കുത്തിയേക്കുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ചാർജർ എടുക്കാറുണ്ട്. പക്ഷെ ഇത് അടുത്തായതുകൊണ്ട് ഞാൻ ചാർജർ എടുത്തില്ല. പിന്നെ ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു ബുക്ക് ഞാൻ വയ്ക്കും കയ്യിൽ. പിന്നെ എൻ്റെ ഒരു ഐ ഡി കാർഡ്, ഇറ്റലിയിലുള്ള ഐ ഡി കാർഡാണ്. ആൻഡ് ദെൻ അത്രയൊക്കെ തന്നെ. പിന്നെ ഇതെൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ. എനിക്ക് കോൺഫറൻസിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ഇത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ എളുപ്പമാണ്, വെയിറ്റ് കുറവാണ്.
ഇനിയൊരു ലിപ് ബാം, കീ, എൻ്റെ അവിടുത്തെ മെട്രോ കാർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ പ്രാവശ്യം കഴിയുമ്പോൾ ഓരോ സാധനങ്ങളാണ് കിട്ടുന്നത്. ഇനി എന്തൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കൈൻഡ് ഓഫ് ഇതാ ഓരോരുള്ള ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ നല്ല ഒരു തണലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നല്ല ചൂട് സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, ഞാൻ ടോപ്പിലെത്തി. ഇതാണ് ഈ വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ. നമുക്ക് ഫുള്ള് ഉണ്ടോ ഒരു വ്യൂ ഇങ്ങനെ കിട്ടും. നല്ല വ്യൂ ആണ്. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇവിടത്തേക്ക് ഹൈക്ക് ചെയ്യാം. സോ എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ വരെ വന്നതല്ലേ. ഞാനിപ്പോൾ ഒരു കുട്ടീനെ മീറ്റ് ചെയ്തു. സൗരഭ് എന്ന പേര്. ബേസിക്കലി പുള്ളിക്കാരൻ നേപ്പാളിയാണ്, പക്ഷേ ഉത്തരാഖണ്ഡിലാണ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. അപ്പോൾ ഇവിടെ ക്രൂസിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ആണ് ഞങ്ങൾ സംസാരിച്ചത്. സോ ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പം ഇന്ത്യൻസിനെയും കണ്ടിട്ടില്ല. സ്ലോവേനിയയിലൊക്കെ ഇഷ്ടം പോലെ മലയാളീസ് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി കുറവാണ് ഞാൻ കണ്ടതൊക്കെ. ഇതിങ്ങനൊരു ഹൈക്കിംഗ് സ്പോട്ട് പോലെയാണ്. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നട്ടുച്ചയായതുകൊണ്ട് നല്ല വെയിലും ഉണ്ട്. ഞാനിപ്പോൾ മെല്ലെ നിർത്തിയിട്ടാണ് നടക്കണേ. സെൻറ്റ് നിക്കോളാസ് ചർച്ചാണ്. ഉച്ച ആയതുകൊണ്ടും പിന്നെന്താ അറിയില്ല, അങ്ങനെ ആൾക്കാരൊന്നും ഇവിടെ കാണാനില്ല. ഇതാണ് ആ ചർച്ച്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞു ചർച്ച്. പക്ഷെ ഇത് ഓപ്പൺ ഇനിയിപ്പോൾ ഈ സമയത്തായതുകൊണ്ടാണോ എന്നറിയില്ല. ഓപ്പൺ അല്ല. ഇനി ഓപ്പൺ ചെയ്യുമായിരിക്കുമോ എന്നും അറിയില്ല. അതോ ഇനി ഇത് ക്ലോസ്ഡ് ആണോ എന്നും അറിയില്ല. ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പക്ഷെ അത് 35 മിനിറ്റോളം നടക്കണം. ഡ്രോമത്രാച്നിക്യു എന്തത് വായിക്കാൻ എനിക്കറിയത്തില്ല. ആൻഡ് അങ്ങോട്ടേക്കാണ് സൂ ഒക്കെ ഉള്ളത്. മേ ബി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാൻ തോന്നണം. അന്നേരം സ്ഥലത്ത് നല്ല കാമിങ് ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമുള്ളൊരു സ്പോട്ടായിരിക്കും. മേ ബി പിക്നിക്കൊക്കെ വരാൻ പറ്റുമായിരിക്കും. കാരണം കുറേ നോക്കണ്ടോ റെസ്റ്റ് സ്റ്റോപ്സ് ഉണ്ട്, ഇരിക്കുകയൊക്കെ ചെയ്യാം. നല്ലൊരു സ്പോട്ട്. എപ്പോഴും സ്പ്ലിറ്റിൽ ആൾക്കാർ പറയുക അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെയാണ്. ഇതധികം ഞാൻ കേട്ടിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഗ്ലാഡ് ദാറ്റ് ഐ കെയിം ഹിയർ. അങ്ങനെ ഫൈനലി ഇതിൻ്റെ ടോപ്പ് പോയിന്റ് എത്തി. ഇവിടെ കാണാൻ എന്തൊക്കെയോ കുറേ ഉണ്ട് കേട്ടോ. ലൈക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചത് പെട്ടെന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന. ഈ ഹൈക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്താണെങ്കിലും ഇഷ്ടമാവുന്നൊരു സ്ഥലവും കൂടിയാണ്. പിന്നെ ഹാഫ് എ ഡേ എന്താണെങ്കിലും ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. ലൈക്ക് ഇങ്ങോട്ട് വന്ന് ഫുൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ ആദ്യം താഴേന്ന് കാണിച്ചില്ലേ, അപ്പം എത്ര 35 മിനിറ്റ് എന്തായിരുന്നു. ഇപ്പം ഇത് 23 മിനിറ്റിൻ്റെ ഇതേ ഉള്ളൂ. അപ്പം ഇനി ഞാൻ വിചാരിച്ചു ശരി എന്താണെങ്കിലും ഇവിടം വരെ വന്നു, ഇനി അവിടെയും കൂടെ പോയേക്കാം. ആക്ച്വലി ഇന്നലെ ദുബ്രോണിക്കിൽ പോയതുകൊണ്ട് തന്നെ കാലൊക്കെ നല്ല വലിച്ചിലാണ്, ഒന്നും അനങ്ങുന്നില്ല. അത് കുറേ കയറി ഇറങ്ങിയതല്ലേ. ഇന്നലെ ഞാൻ ഉറക്കത്തിൽ എണീറ്റപ്പോൾ അലാമിൻ്റെ സൗണ്ട് ഉണ്ട്. എണീറ്റപ്പോൾ എനിക്ക് എവിടെയാന്ന് പോലുള്ള ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ സ്വപ്നം കാണുമായിരുന്നു. അമ്മമ്മേനെയൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പം ഞാൻ വീട്ടിലാണെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. എണീറ്റപ്പോഴാണ് മനസ്സിലായത് ഇവിടെയാണ്. അത്രയും ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉറങ്ങിപ്പോയിണ്ടായിരുന്നു ഇന്നലെ ഞാൻ. നമുക്ക് ആക്ച്വലി ചുറ്റുള്ള കടൽ ഇങ്ങനെ മേലെ ഇരുന്ന് നോക്കുമ്പം നല്ല രസം തോന്നുന്നുണ്ട്. കാരണം അവിടെയൊക്കെയെന്ന് പറയുമ്പോൾ ഫുൾ ആൾക്കൂട്ടാണ്, ക്രൗഡാണ്. എല്ലാവരും സൺബാത്തിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കിടന്നിട്ടുള്ളതിൻ്റെ റഷാണ്. അപ്പോൾ ഇവിടെ ഒന്നും അധികം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. വല്ലപ്പോഴും ആരെങ്കിലും കണ്ടാലായി. ആകെ 1-2 ആൾക്കാരൊക്കെ, അധികം ആരും ഇങ്ങോട്ട് വരുന്നൊന്നും കണ്ടിട്ടില്ല. എന്താണെങ്കിലും ടാൻ അടിച്ച്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ അടിക്കാത്തയൊക്കെ കണക്ക് തന്നെയല്ലേ. ഇവിടം വരെ വന്ന് ഇനിയിപ്പം എന്തിനാ മിസ് ചെയ്യണേ. കാണാൻ പറ്റുന്നൊക്കെ കാണുക. ജനറലി ആൾക്കാർ സ്ലോവേനിയയും ക്രൊയേഷ്യയൊന്നും അത്ര എക്സ്പെൻസീവ് അല്ല എന്ന് പറയുമെങ്കിലും ക്രൊയേഷ്യ ഇൻ ജനറൽ എനിക്കറിയില്ല കേട്ടോ. ദുബ്രോണിക് ആണെങ്കിലും സ്പ്ലിറ്റ് ആണെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. മേ ബി ഞാനിതിപ്പം ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇൻ ജനറൽ ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മീറ്റ് ചെയ്ത് അവർ പറഞ്ഞാണെങ്കിലും അവർ പറഞ്ഞത് സ്പ്ലിറ്റ് നല്ല എക്സ്പെൻസീവാണ് എന്നാണ്.
ഇവിടെ വേറൊരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇറങ്ങി താഴെ പോവാം. പക്ഷെ ഞാനിനി അവിടെ വേറൊരു റോഡുണ്ട്, അതിലൂടെ പോയിട്ട് അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. നല്ല സീനിക് ബ്യൂട്ടി ആയിട്ടുണ്ടല്ലേ ഗൈസ്. എൻ്റെ സാംസങ്ങിൻ്റെ സൂം ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഞാൻ ഈ ഒരു അറ്റം വന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ റോഡിലൂടെ എക്സിറ്റ് അടിക്കാം. പക്ഷെ ഞാൻ ഇതിലൂടെ പോയിട്ട് ഇനി മേലേക്ക് വേറൊരു റോഡുണ്ട്, അതിലൂടെയും കൂടെ പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ തിരിച്ച് എക്സിറ്റ് അടിക്കാം. ഈ ട്രാവൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറന്ന് ഫോട്ടോസ് എടുപ്പിക്കും കേട്ടോ. കണ്ണി കാണുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ ഏത് സ്പോട്ട് പോയാലും ഡേയ്സ് കൂടുന്തോറും എടുത്തു ഇല്ലെങ്കിൽ ഇല്ല. ഇന്ന് ഞാൻ കുറേ സെൽഫ് പോർട്രേറ്റ് ഒക്കെ നോക്കി. പിന്നെ വേറൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കുട്ടി അവൻ്റെ ഫോട്ടോ എടുത്തെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുപ്പിച്ചു. അത്രയേ ഉള്ളൂ, മതി. ഫോട്ടോ എങ്ങനെ ഉണ്ടെന്ന് പോലും ഞാൻ നോക്കുന്നില്ല, ജസ്റ്റ് മെമ്മറിക്കായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇങ്ങനെ തീരണില്ല. ഇനി 15 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ അവിടെ വേറൊരു ചേർച്ച് ഉണ്ട്, പിന്നെ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട് 30 മിനിറ്റ്. എന്തായാലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പോകണ്ട, മറ്റേത് രണ്ടും നമുക്ക് നോക്കി നോക്കാം. എനിക്ക് മനസ്സിലായെടുത്തോളം ഇവർ ഈ പറഞ്ഞ ഈ ഓരോ പോയിന്റ്സൊക്കെ ഓരോ വ്യൂ പോയിന്റ്സ് പോലെയാണ്. സോ അതാണ് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ആൻഡ് അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇതിലൂടെ നടന്ന് താഴെ എത്തുമെന്ന് നോക്കാം. എത്തേണ്ടതാണ്, ജോഗ്രഫിക്കലി എത്തേണ്ടതാണ്. സോ അത്രയ്ക്കേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല പീസ്ഫുൾ ആയിട്ടുണ്ട്, അധികം ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് വ്യൂസും ഒക്കെ ചുറ്റും നല്ലതാണ്. ഒരു ഫോറസ്റ്റിലൂടെ നടക്കുന്നൊരു ഫീലുണ്ട്. ആകെ കുറച്ച് വെയിലേ ഉള്ളൂ, എന്നാലും സിറ്റീനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഭേദമാണ്. നല്ല ഷാഡോ ഷെയ്ഡ്സ് ഉള്ള സ്ഥലങ്ങളൊക്കെ കുറേ ഉണ്ട്. നല്ല രസമുണ്ട് അവിടുത്തെ സീ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ. ആകെ പ്രശ്നം ഇവിടെ നല്ല വെയിലാണെന്നേ ഉള്ളൂ. ബട്ട് ഇത്രയും ഹൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആക്ച്വലി വീഡിയോയിൽ അങ്ങനെ അത് മനസ്സിലാവുന്നില്ല അല്ലേ ഹൈറ്റ്. പക്ഷെ എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ഓക്കെ, നല്ല ഭംഗിയില്ലേ. ആൾതാമസമുള്ള വീടാണോ എന്ന് അറിയില്ല. ഇവിടെ എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. വീടാണോ ഔട്ട് ഹൗസ് ആണോ വേറെ വല്ലതുമാണോ ഒന്നും അറിയില്ല. പക്ഷെ നല്ലൊരു രസമുണ്ട്, അത് മാത്രം ഇവിടെ നിൽക്കുന്ന കാണാനായിട്ട്. സോ അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. ഐ തിങ്ക് ഐ ആം ലോസ്റ്റ്. ഇവിടെ ഒന്നും ഒരു ബോർഡ് പോലും കാണുന്നില്ല. ഒരു ആകെ ഞാൻ ഇതിലൂടെ പോയപ്പോൾ ഇത്രയും സമയം കൊണ്ട് പാസ് ചെയ്തത് 2 മനുഷ്യന്മാരാണ്. ഇതെന്താ അടിച്ചെടുക്കണ്ടേന്ന് പോലും അറിയത്തില്ല. എന്തായാലും നോക്കാം. വഴിയൊക്കെ കാണുന്നുണ്ട്. സോ എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല. എന്തായാലും കുറച്ച് തണൽ ഇവിടെ കാണുന്നുണ്ട്. ഇതെന്താ വേർത്തിട്ടാ ഫുള്ള് സ്പ്രെഡൊക്കെ ആവാൻ തുടങ്ങി. അപ്പം എന്താണെങ്കിലും എനിക്കിനി അറിയില്ല. കുറച്ചും കൂടെ നടന്ന് നോക്കാം, എത്തുമായിരിക്കും. പക്ഷെ അതിന് മുമ്പ് എന്തെങ്കിലും എനർജി കയറ്റണം. ചോക്ലേറ്റ് കഴിക്കാം. കാരണം ബാക്കിയൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഈ വെയിൽ വന്നപ്പം. ഇവിടെ മാത്രം കുറച്ച് തണൽ കാണുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കയറ്റിയിട്ട് നടക്കാം. കാരണം എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എനിക്ക് ഷുഗറും പ്രഷറൊക്കെ ലോ ആവും. എന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ. ഫൈനലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത പ്ലേസിൽ തന്നെ എത്തി. എന്താണെങ്കിലും ഇതെനിക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ ഗൂഗിൾ മാപ്പേ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സൈൻ ബോർഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഫുൾ തപ്പി നടന്നത്. സോ ഇറ്റ് വാസ് ഗുഡ്. ഇനി ഇറങ്ങാൻ എളുപ്പമാണ്. ഇന്നലെയാണ് ആക്ച്വലി ഞാനിങ്ങനെ അവിടെ ദുബ്രോണിക്കിൽ നിന്നപ്പോൾ ഞാൻ ഭയങ്കര ഫിലോസഫിക്കലായിരുന്നു. അതാണിങ്ങനെ വിചാരിക്കുന്നത്, നമുക്ക് ഇറങ്ങാൻ എത്ര എളുപ്പത്തിൽ പറ്റും. ചെറുതായിട്ട് ആരെങ്കിലും തട്ടിയിട്ടാൽ കൂടെ മതി ഇറങ്ങാൻ. പക്ഷെ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിനിപ്പോൾ ആര് വലിച്ചു കയറ്റിയാലും കയറി അവിടെ സ്റ്റേബിൾ ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫിലോസഫിക്കലായിട്ടില്ലേ ഗൈസ്? എനിക്കറിയാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണെന്ത് തേങ്ങയാണ് പറയുന്നതെന്ന്. പക്ഷേ എനിക്കും അറിയില്ല. ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡിൽ നിൽക്കുക. ഇവിടം വരെ വന്നിട്ട് എനിക്ക് ബ്ലൂ കേവ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ആൻഡ് ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഇസ് ലൈക്ക് സമ്മർ. കാരണം അതിൻ്റെ സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് എനിക്ക് അറിഞ്ഞിടത്തോളം പെബിൾസ് ബ്ലൂ കളറാണ്. അപ്പോൾ ലൈറ്റ് വരുമ്പം അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള കളറാണ് ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത്. പക്ഷേ
അങ്ങനെയാണെങ്കിൽ ഞാൻ നാളത്തെ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യണം. ഇന്ന് പോയാൽ മതിയായിരുന്നു, പക്ഷെ ഇതും എനിക്കിഷ്ടമായി. നമ്മളിങ്ങനെ ഓഫ് സ്പോട്ടിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറില്ലല്ലോ എവിടെയെങ്കിലും പോയാൽ. അപ്പോൾ ഐ ഡോണ്ട് റിഗ്രറ്റ് ദിസ്. പക്ഷേ എനിക്ക് എൻ്റെ പ്ലാൻ പ്രകാരം നാളെ വേറെ എവിടെയെങ്കിലും പോകാനായിരുന്നു, സ്പ്ലിറ്റിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട്. കാരണം ഇന്നും കൂടി റൂമുള്ളൂ. ആക്ച്വലി ഞാനിപ്പോൾ ഡബിൾ മൈൻഡിലാണ് ഇരിക്കുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവും ആണ്. പക്ഷെ 5 ഐലൻഡിൽ അവർ കൊണ്ടുപോകും. എനിക്കറിയണില്ല ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. ഐ റിയലി വാണ്ടഡ് ടു സീ. ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇവിടുത്തെ ഹോസ്റ്റലിൽ ലഗേജ് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഒന്നും കൂടെ ചോദിക്കും ബോട്ടിൽ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് വരേണ്ട സമയത്തിനനുസരിച്ചിട്ട്, കാരണം ഇവിടെ ഇതിനടുത്ത് തന്നെയാണ് ബസ്, ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റോപ്പ് ഇതിനടുത്താണ്. അങ്ങനെ വല്ലതും നോക്കട്ടെ. ലെറ്റ്സ് സീ. ഫൈനലി സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി നമ്മൾ. എൻ്റെ കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. നല്ലോണം ഇന്ന് നടന്നിട്ടുണ്ട്, അലഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ലൈക്ക് വൺസ് ഇൻ എ വൈൽ അല്ലേ, എപ്പോൾ ചെയ്യണ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് തിരിച്ചെത്തി. സോ ഫൈനലി ബാക്ക്വീസ് ബീച്ച്. അതിൻ്റെ അഗെയിൻ എനിക്ക് ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ എനിക്ക് തീരെ അറിയത്തില്ല, പക്ഷേ ആ ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആൻഡ് സീ ഇറ്റ്സ് സൂപ്പർ ക്രൗഡഡ്. കണ്ടോ എന്ത് ആൾക്കാരാ. ഇവിടുത്തെ വെള്ളം കണ്ടോ എന്ത് ക്ലിയറാണെന്നറിയാം. നമുക്ക് താഴത്തെ പെബിൾസ് വരെ കാണാൻ പറ്റും, സ്റ്റോൺസും ഒക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷനിലാണ് ഞാൻ ഐ വിഷ് ഐ ന്യൂ സ്വിമ്മിങ് എന്നാലോചിക്കാറ്. ഇവരൊക്കെ ഈ ചൂട്ടത്ത് ഇങ്ങനെ വെള്ളത്തിലിറങ്ങുന്ന കാണുമ്പോൾ കൊത്തിയാവണു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു ടിക്കറ്റ് ഫുള്ളാണ്. ഇനി വെനസ്ഡേയിലേക്ക്, അതായത് നാളത്തേക്ക് ടിക്കറ്റ് ഇല്ല, മറ്റന്നാളത്തേക്ക് ഇനി ടിക്കറ്റ് ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. ചെറിയൊരു വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ബ്ലൂ കേവ് കാണുന്ന ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇനി എപ്പോഴെങ്കിലൊക്കെ നമുക്ക് നോക്കാം. സോ ഇനിയിപ്പോൾ ഞാൻ ഈ ബീച്ചിൽ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് നോക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബുക്കിംഗ്, നെക്സ്റ്റ് എവിടെ പോകണം എന്നൊക്കെ നോക്കണം. ലൈക്ക് ഇനിയിപ്പോൾ ഞാൻ അധികം ട്രാവൽ ചെയ്യുന്നുണ്ടാവില്ല, തിരിച്ച് മിലാൻ പിടിക്കണം. സോ മേ ബി 1 or 2 ഡേയ്സും കൂടെ ട്രാവൽ ചെയ്ത് ഞാൻ തിരിച്ച് മിലാനിലെത്തുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്ക് വെയിലായതുകൊണ്ട് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.